തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. നെഹമ്യായുടെ പുസ്തകം 6-ാം അധ്യായം. നെഹമ്യായ്ക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗെഷമും മറ്റു ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗെഷമും എനിക്ക് സന്ദേശം അയച്ചു, വരിക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വച്ച് നമുക്ക് ഒരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാൻ ഒരു വലിയ കാര്യം ചെയ്യുകയാണ്. എനിക്ക് വരിക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്? അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് ഭൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗെഷമും അതുതന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകരെ നിയോഗിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരിക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല. എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്നു കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിൽ ആയിരുന്ന ഷെമായായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹദാബേലിന്റെ പുത്രനായ ദെലായായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ച് ഇരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു. രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാൻ അത് ചെയ്യുകയില്ല. അവന്റെ വാക്കുകൾ ദൈവ പ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എന്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവൃത്തികൾക്കു തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. മതിൽ പൂർത്തിയാകുന്നു. അങ്ങനെ 52-ാം ദിവസം എലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. തോബിയായുടെ പുത്രൻ യോഹന്നാൻ ബെറക്കിയായുടെ പുത്രൻ മെഷുല്ലാമിന്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദായിൽ പലരും അവന്റെ പക്ഷത്തായിരുന്നു. അവർ എന്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞവയെല്ലാം
അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്കു ഭീഷണിക്കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നെഹമ്യായുടെ പുസ്തകം 7-ാം അധ്യായം. മതിലിന്റെ പണി തീർന്നു. കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എന്റെ സഹോദരൻ ഹനാനിയെയും കോട്ടകാവൽക്കാരുടെ അധിപനായ ഹനാനിയായെയും ജെറുസലേമിന്റെ ഭരണമേൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറുസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം. ജെറുസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താന്താങ്ങളുടെ ഭവനത്തിന്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം. തിരിച്ചു വന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു. നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറുസലേമിലും യൂദായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, അസറിയ, റാമിയ, നഹമാനി, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പേരത്ത്, ബിക്വായ്, നേഹൂം, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രയേൽ ജനത്തിന്റെ കണക്ക്. പാറോഷ് കുടുംബത്തിൽ 2172, ഷെഫാത്തിയ കുടുംബത്തിൽ 372, ആര കുടുംബത്തിൽ 652, പഹാത്ത് മോബാബ് കുടുംബത്തിൽപ്പെട്ട യെശുവയുടെയും യോബാബിന്റെയും സന്തതികളായി 2818, ഏലാം കുടുംബത്തിൽ 1254, സാത്തു കുടുംബത്തിൽ 845, സക്കായി കുടുംബത്തിൽ 760, ബിന്നൂയി കുടുംബത്തിൽ 648, ബേബായി കുടുംബത്തിൽ 628, അസ്കാദ് കുടുംബത്തിൽ 2322, അദോനിക്ക കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആദേർ എന്നറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ 98, ഹാഷൂം കുടുംബത്തിൽ 328, ബസായി കുടുംബത്തിൽ 324, ഹാരിഫ് കുടുംബത്തിൽ 112, ഗിബയോൻ കുടുംബത്തിൽ 95, ബേത്ലഹേമിലെയും നെത്തഫാഹിലെയും പുരുഷന്മാർ 188, അനാത്തോത്തിലെ പുരുഷന്മാർ 128, ബേത് അസ്മാവെത്തിലെ പുരുഷന്മാർ 42, കിരിയാത്തിയ യാറീം, കെഫീറ, ബേരോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമയിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിഗ്മാസിലെ പുരുഷന്മാർ 122, ബദേലിലെയും ആയിയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലാം കുടുംബത്തിൽ 1254, ഹാറിം കുടുംബത്തിൽ 320, ജെറീക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേന കുടുംബത്തിൽ 3930. പുരോഹിതന്മാർ. യെശുവ കുടുംബത്തിൽ യദായായുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാറിം കുടുംബത്തിൽ 1017. ലേവ്യർ. ഹോദേവ കുടുംബത്തിൽ യെശുവയുടെയും കദ്മിയേലിന്റെയും സന്തതികൾ 74. ഗായകർ. ആസാഫ് കുടുംബത്തിൽ 148. വാതിൽ കാവൽക്കാർ. ഷല്ലൂം, ആദർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ഷോബായ് എന്നിവരുടെ സന്തതികൾ 138. ദേവാലയ ശുശ്രൂഷകർ. സീഹ,
ഹസൂഫ, തബാവോത്ത്, കേറോസ്, സിയ, പാദോൻ, ലെബാന, ഹഗാബ, ഷെൽമായി, ഹാനാൻ, ഗിദൽ, ഗാഹാർ, റയായ, റെസിൻ, നെക്കോദ, ഗസാം, ഉസ, പസേയ, ബേസായ്, മെയൂനീം, നെഫുഷെസീം, ബക്ബുക്, ഹക്കൂഫ, ഹർഹൂർ, ബാസ്ലിത്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ: സോത്തായ്, സൊഫേറേത്ത്, പെരീദ, യാല, ദാർക്കോൻ, ഗിദൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കെരെത്ത് ഹസെബായി, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ 392. തെൽമേല, തെൽഹർഷ, കെരൂബ്, അദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രയേലിയരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ: ഹൊബായ, ഹക്കോസ്, ബെർസില്ലായ് എന്നിവരുടെ സന്തതികൾ. ബെർസില്ലായ് കുടുംബക്കാരുടെ പൂർവികൻ ഗിലെയാദുകാരൻ ബെർസില്ലായിയുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്നു ദേശാധിപതി അവരെ വിലക്കി. ജനം ആകെ 42,350 പേർ. ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337 പേരും ഗായികാ ഗായകന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ക്ഷാളനപാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങിയ ഇസ്രയേല്യരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7-ാം മാസമായപ്പോഴേക്കും ഇസ്രയേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസമുറപ്പിച്ചിരുന്നു. ദൈവമായ കർത്താവിനു സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.